ലോകത്തിലെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള നേതാവ് ആരാണ്? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണോ? റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ആണോ? അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണോ? ചൈനയുടെ പ്രസിഡന്റായിട്ടുള്ള ഷീ ജിൻപിങ് ആണോ? ഇവരൊന്നുമല്ല, ഞാനാണെന്ന് സ്വയം പറയുകയാണ് കിം ജോങ് ഉൻ. ഉത്തര കൊറിയയുടെ ഭരണാധികാരിയാണ് കിം ജോങ് ഉൻ. ഇപ്പോഴിതാ വീണ്ടും ഒരു ആണവ ഭീഷണി മുഴക്കിയിരിക്കുകയാണ് കിം ജോങ് ഉൻ. ദക്ഷിണ കൊറിയയും അമേരിക്കയും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസത്തെ രൂക്ഷമായി വിമർശിക്കുകയും ശത്രുക്കളെ നേരിടാൻ തൻ്റെ ആണവായുധങ്ങൾ പുറത്തെടുക്കുകയും ഞാൻ ചെയ്യുമെന്നാണ് കിം ജോങ് ഉൻ പറയുന്നത്. ആണവായുധങ്ങൾ വഹിക്കാൻ കഴിവുള്ള തൻ്റെ ഏറ്റവും ആധുനിക യുദ്ധക്കപ്പലിൻ്റെ പരിശോധനയ്ക്കിടെയാണ് അദ്ദേഹം ഈ ഭീഷണി മുഴക്കിയത്. തിങ്കളാഴ്ച കിം ജോങ് ഉൻ ഉത്തര കൊറിയയിലെ നംബോ തുറമുഖം സന്ദർശിച്ചു. ഇത്തവണ ദക്ഷിണ കൊറിയയും അമേരിക്കൻ കിഴക്കൻ പസഫിക് സമുദ്രത്തിൽ സംയുക്ത സൈനികാഭ്യാസം നടത്തി. ഇവർ ഈ അഭ്യാസത്തിന് ഉൾച്ചി ഫ്രീഡം ഷീൽഡ് എന്നാണ് പേര് നൽകിയിരുന്നത്. ഇതിൽ 21,000 സൈനികരാണ് ഉൾപ്പെട്ടിരുന്നത്. അതിൽ 18,000 പേർ ദക്ഷിണ കൊറിയൻ സൈനികരും 3,000 പേർ അമേരിക്കൻ സൈനികരുമായിരുന്നു. അധിനിവേശത്തിനടുത്തുള്ള തയ്യാറെടുപ്പായിട്ടാണ് ഉത്തര കൊറിയ ഇത്തരം അഭ്യാസങ്ങളെ കാണുന്നത്. ആ വ്യാജേന അവർ തങ്ങളുടെ ആണവായുധങ്ങളെയും മിസൈലുകളുടെയും എണ്ണം വർദ്ധിപ്പിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ മുഴുവൻ കൊറിയൻ ഉപദ്വീപുകളും യുദ്ധത്തിന് മുമ്പുള്ള അവസ്ഥയിലാണെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. US ദക്ഷിണ കൊറിയൻ യുദ്ധാഭ്യാസത്തിനിടെ കിം ജോങ് ഉൻ പരിശോധിച്ച യുദ്ധക്കപ്പലിൻ്റെ പേര് ചോക് ഹ്യോൻ എന്നാണ്. 5000 ടൺ ഭാരമുള്ള ഇതിന് ആണവായുധങ്ങളും മിസൈലുകളും വഹിക്കാൻ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. രാജ്യത്തുടനീളമുള്ള സുരക്ഷാസ്ഥിതി ഗുരുതരമാവുകയാണ്. അതിനാൽ ഞങ്ങൾ ആണവായുധങ്ങളുടെയും മിസൈലുകളുടെയും എണ്ണം വർദ്ധിപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് കിം ജോങ് ഉന് അമേരിക്കയെയും ദക്ഷിണ കൊറിയയെയും ഇപ്പോൾ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.